ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ സീസണിലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വരുമ്പോൾ അതിനൊരു ഗംഭീര സ്വീകരണം തന്നെ ഉണ്ടാവും. എന്നാൽ നോർമൽ ടാസ്ക് വായിച്ചു പോകുന്നത് പോലെ തന്നെയാണ് ഇപ്രാവശ്യത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കും വായിച്ചു പോയത്. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ പറയുകയുണ്ടായി, ഇനി ടീമുകളല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മത്സരങ്ങളാണ്. അതോടനുബന്ധിച്ച് ക്യാപ്റ്റനായ നന്ദനെ കൊണ്ട് ഡ്യൂട്ടിക്ക് മാത്രം ടീം തിരിക്കാനായിട്ട് പറഞ്ഞിരുന്നു. വീട്ടിലുള്ള ഓരോ ജോലികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ടീമുകൾ തിരിച്ചിരിക്കുന്നത്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേ ആണ് എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യ ടാസ്ക് തന്നെ ഗ്രൂപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് മനസ്സിൽ കാണുന്ന ആരെയൊക്കെയോ ജയിപ്പിക്കാനായിട്ടാണ് ഇങ്ങനൊരു തന്ത്രം ഉപയോഗിക്കുന്നത് എന്നാണ് തോന്നുന്നത്. മത്സരാർത്ഥികളെ കാണാൻ വീട്ടുകാരെ നേരത്തെ കൊണ്ടുവരുന്നതും അതിനുവേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. ജാസ്മിനെ ജയിപ്പിക്കാനുള്ള എല്ലാ പണിയും ബിഗ് ബോസ് പുറകിൽ തയ്യാറാക്കുന്നു എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ടാസ്കിന്റെ തുടക്കത്തിൽ തന്നെ കിച്ചൺ ടീമിൽ, അതായത് അൻസിബയുടെ ടീമിൽ ഋഷി, അൻസിബ, ശ്രീതു, നോറ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ടാസ്കിന്റെ തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ക്യാപ്റ്റനായ നന്ദനയ്ക്ക് ടീമുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് പറയുന്നു. അത് പ്രകാരം കുക്കിംഗ് ടീമിലെ ഋഷിയെ ജാസ്മിൻ, അഭിഷേക്, അർജുൻ എന്നിവരുള്ള നെക്സ്റ്റ് ടീമിലേക്ക് മാറ്റുന്നു. നോറ, അൻസിബ, ശ്രീതു അങ്ങനെ 3 പേര് മാത്രമായിരുന്നു ആ ടീമില്. ടാസ്കിന്റെ അവസാനം ശ്രീതു അത് പറയുകയുണ്ടായി, കറക്റ്റ് ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഞങ്ങളുടെ ടീമിൽ നിന്നും ഋഷിയെ മാറ്റിയത് ശരിയായില്ലെന്ന് ശ്രീതു അവിടെ വെച്ച് തുറന്നു പറഞ്ഞു. എന്തായാലും നന്നായിട്ട് ഗെയിമിലൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഗബ്രിയെ നേരത്തെ തന്നെ പുറത്താക്കുകയും ജാസ്മിന് പുറത്തുണ്ടായിരുന്ന ചീത്ത ഇമേജ് നേരെ മറിച്ചിട്ട് നല്ലൊരു ഇമേജ് ആക്കി വെളുപ്പിക്കാനും ബിഗ് ബോസ് നന്നായിട്ട് തന്നെ പ്രയാസപ്പെടുന്നുണ്ട്. ജാസ്മിൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും 24 മണിക്കൂറും ഇപ്പോൾ ബിഗ് ബോസിൽ ജാസ്മിനെ തന്നെ കാണിക്കുന്ന കാണാം. അവർ രണ്ടുപേരും ഒരുമിച്ച് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും ജാസ്മിൻ അത് ഇമ്പാക്ട് ആവുക എന്നുള്ളത് കൊണ്ടാണ് ഗബ്രിയെ പുറത്താക്കിയിരിക്കുന്നത് എന്ന് വൈൽഡ് കാർഡ് വഴി വന്ന സിബിൻ ഇന്നലത്തെ ഒരു ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഈ രീതിയിലാണ് കളി കൊണ്ടുപോകുന്നതെങ്കിൽ ജാസ്മിന് തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ കപ്പ്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ സീസണിലും ഓരോ പ്ലേയേഴ്സും ഇൻഡിവിജ്വലായി കളിക്കുന്ന ഗെയിമാണ്. ഇനി ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ടാസ്ക് ഗ്രൂപ്പായിട്ട് തന്നെ ആൾക്കാരെ കൊണ്ട് കളിപ്പിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യും.